തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി സന്ദീപ് വാര്യർ എത്തുമ്പോൾ കോൺഗ്രസ് പോലും ഒരു അട്ടിമറി പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല. എന്നാൽ പിണറായി വിജയന്റെ ദുഷ്ഭരണത്തിൽ മനം മടുത്ത കേരളത്തിന്റെ വലതുപക്ഷ മനസ്സിന്റെ പരിച്ഛേദമായിരുന്നു തൃക്കരിപ്പൂർ എന്ന ഇടത് കോട്ടയിൽ കണ്ടത്. തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ 3-ാം മാസം ആഘോഷിക്കുമ്പോൾ അന്ന് നേരിട്ട വെല്ലുവിളികൾ മറക്കുന്നില്ല ഇന്നും സന്ദീപ് വാര്യർ. തെരഞ്ഞെടുപ്പ് കാലത്ത് സന്ദീപിനെതിരെ തൃക്കരിപ്പൂരിൽ വലിയ പ്രക്ഷോഭമാണ് CPM നടത്തിയത്. പല പ്രദേശങ്ങളിലും വോട്ട് തേടി സന്ദീപ് വാര്യർ എത്തുമ്പോൾ നേരിട്ട് തടയാനും CPM ധൈര്യം കാണിച്ചിരുന്നു. അന്ന് സംസ്ഥാനം ഭരിച്ച പിണറായി വിജയൻ സർക്കാരിന്റെ തണലിലാണ് CPM നിറഞ്ഞാടിയത്. ഇന്നും ആ ഓർമ്മകൾ വേട്ടയാടുന്നുണ്ട് സന്ദീപ് വാര്യരെ. പാലക്കാട് നിന്നും വന്ന് ഇവിടെ കളിക്കേണ്ട എന്നായിരുന്നു CPM ഭീഷണി. എന്നാൽ മത്സരിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ജയിക്കാൻ ശ്രമിക്കുമെന്നും വിരട്ടലൊന്നും ഇങ്ങോട്ട് വേണ്ട എന്നുമായിരുന്നു തന്റെ മറുപടിയെന്നും സന്ദീപ് പറഞ്ഞു. തന്റെ ബൂത്തിലിരുന്ന പെൺകുട്ടിയെ തെരഞ്ഞെടുപ്പ് ദിനത്തിൽ CPM ആക്രമിച്ചുവെന്നും അവരെ ആശുപത്രിയിലാക്കിയപ്പോഴും കീഴടങ്ങാൻ ഒരുക്കമല്ലാതിരുന്ന ആ മനസ്സ് തന്നെ അത്ഭുതപ്പെടുത്തിയെന്നും സന്ദീപ് പറയുന്നുണ്ട്. ഇടതുപക്ഷത്തിന്റെ കോട്ടയിൽ എതിരാളികൾക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് തന്നെ സന്ദീപ് വാര്യർ മുന്നോട്ട് പോകുമ്പോൾ CPM-നും BJP-ക്കും അതുണ്ടാക്കുന്ന അസ്വസ്ഥതകൾ വലുതാണ്. VPP മുസ്തഫയെ തോൽപ്പിച്ചാണ് ഇടത് കോട്ടയിൽ സന്ദീപ് വാര്യർ മിന്നും വിജയം കരസ്ഥമാക്കിയത്. CPM ഉറച്ച മണ്ഡലമായി കരുതിപ്പോന്നതാണ് തൃക്കരിപ്പൂർ. അവിടെ സന്ദീപിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന് കണക്ക് കൂട്ടലുകളാണ് തെറ്റിയത്. 1977 മണ്ഡലം നിലവിൽ വന്ന ശേഷം നടത്തിയ 10 തിരഞ്ഞെടുപ്പുകളിലും വിജയക്കൊടി നാട്ടിയത് ഇടതുപക്ഷമാണ്. EK നയനാർ മത്സരിക്കുന്നതിന് തൃക്കരിപ്പൂർ തിരഞ്ഞെടുത്തത് ചുവപ്പിന്റെ കരുത്തിലാണ്. മണ്ഡലം പിറന്നതു മുതൽ ഇടതുമുന്നണിയിൽ CPM മാത്രമാണ് ഇവിടെ മത്സരിക്കുന്നത്. അതിനാൽ തന്നെ ഇത്തവണയും വിജയത്തിൽ കുറഞ്ഞതൊന്നും ഇടതുപക്ഷവും CPM-ഉം പ്രതീക്ഷിച്ചിരുന്നില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ലെ M. രാജഗോപാൽ 79,286 വോട്ടുകൾ നേടി. UDF-ലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി KP കുഞ്ഞിക്കണ്ണന് നേടാനായത് 62,327 വോട്ടുകളാണ്. 16,959 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഇടതുമുന്നണി പാരമ്പര്യം തുടർന്നു. പക്ഷേ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF ഇടതുമുന്നണിയെ വിറപ്പിച്ചു. ഇടതുമുന്നണിയിലെ KP സതീഷ് ചന്ദ്രൻ 76,403 വോട്ടും രാജ്മോഹൻ ഉണ്ണിത്താൻ 74,504 വോട്ടും നേടി. 1,899 വോട്ടുകൾ മാത്രമായിരുന്നു ഇടതിന്റെ ഭൂരിപക്ഷം. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥിതി വീണ്ടും മാറി. ഇടതുമുന്നണി 79,171 വോട്ടും UDF 67,473 വോട്ടുകളും നേടി. 11,698 വോട്ടുകളുടെ മേധാവിത്വം LDF നേടി. പക്ഷേ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്രം മാറ്റിയെഴുതി സന്ദീപ് അവിടെ വിജയക്കൊടി നാട്ടുകയായിരുന്നു. പുറമേ നിന്ന് നോക്കുന്നവർക്ക് അത് വെറും അട്ടിമറിയായി തോന്നാം. എന്നാൽ അതിന് പിന്നിലുണ്ടായ കഷ്ടപ്പാടുകൾ വിവരണാതീതമാണെന്ന് സന്ദീപിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ കാണാം. ഞാൻ ഈ കാസർഗോഡ് ജില്ലയിലെ MLA ആണ്, തൃക്കരിപ്പൂരിലെ MLA ആണ്. അവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഈ ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് പോലെയല്ല അവിടുത്തെ തെരഞ്ഞെടുപ്പ്. ഇവിടെ ഇപ്പൊ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് പോളിംഗ് ബൂത്തിൽ ഇരിക്കാം, ഏജന്റുമാരുണ്ടാവും, വീടുകളിൽ പോയി അഭ്യർത്ഥന കൊടുക്കാം, അതുപോലെ തന്നെ നമുക്ക് സ്വതന്ത്രമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്താം, വിമർശിക്കാം. പക്ഷെ ഞാൻ മത്സരിച്ച സ്ഥലത്ത് കോൺഗ്രസ്സുകാരൻ എന്നുള്ള നിലയ്ക്ക് ജീവിതത്തിൽ ഇന്നേ വരെ ഒരു വീട്ടിൽ പോയിട്ട് അഭ്യർത്ഥന കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഏതാണ്ട് 40ഓളം ബൂത്തുകളിൽ നമുക്ക് ആളുകളെ ഇരുത്താൻ പറ്റില്ല, പോളിംഗ് ഏജന്റുമാരെ ഇരുത്താൻ കഴിയില്ല. സധൈര്യം ഇരുന്ന ഒരു മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തകയെ 3 മണിവരെ ആ കുട്ടി ജലപാനം കഴിക്കാതെ പോളിംഗ് ബൂത്തിലിരുന്നു. ആ സ്ത്രീ പെൺകുട്ടി, മഹിളാ കോൺഗ്രസിന്റെ പെൺകുട്ടി ബാത്റൂമിൽ പോയില്ല. കാരണം ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ അതിനകത്ത് കൂട്ടിയിട്ടാലോ എന്ന പേടിയുണ്ട് അവർ ബാത്റൂമിൽ പോയില്ല. 3 മണിവരെ ഇരുന്നു കള്ളവോട്ട് തടഞ്ഞുകൊണ്ടേയിരുന്നു. 3 മണിക്ക് ആ കുട്ടിയുടെ നേർക്ക് നായ്ക്കുറിനെ പൊടിയെറിയുകയാണ്. ശരീരം മൊത്തം ചൊറിഞ്ഞ് ആ കുട്ടിക്ക് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പോലീസ് ആ കുട്ടിയെ ആശുപത്രിയിലാക്കുന്നു. ഞാൻ അങ്ങോട്ട് ഓടിയെത്തുന്ന സമയത്ത് കാണുന്നത് അവിടുത്തെ പോലീസ് അടക്കമുള്ളവർ സഹായിച്ചുകൊണ്ട് നിർബാധം കള്ളവോട്ട് നടക്കുകയാണ്. ഞാൻ ആദ്യം ആശുപത്രിയിലേക്ക് ഓടിയതിപ്പോ ആ ധീരയായിട്ടുള്ള മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തകൻ എന്നോട് എന്താ പറഞ്ഞത്, സാർ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, സാറ് ബൂത്തിലേക്ക് പോകും, അവിടെ കള്ളവോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്, അത് തടയണം എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ ഓരോ ബൂത്തിലും യുദ്ധം ചെയ്തിട്ടാണ് ജയിച്ചത്. യുദ്ധം ചെയ്തിട്ട് അക്ഷരാർത്ഥത്തിൽ വെറുതെ അല്ല, നേർക്കുനേർ നിന്ന് പോരാട്ടമായിരുന്നു. നേർക്കുനേർ നിന്ന് പോരാട്ടം. ഒരു ബൂത്തിൽ പോയി പറഞ്ഞത്, നീ പാലക്കാട് നിന്ന് വന്നിട്ട് ഇവിടെ ഷൈൻ ചെയ്യണ്ടെന്ന് പറഞ്ഞു. പാലക്കാട് നിന്ന് വന്നിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു, ജനാധിപത്യപരമായിട്ടുള്ള അവകാശമാണ്. പാലക്കാട് നിന്ന് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് വിജയിക്കാൻ വേണ്ടി, ഇവിടെ ജയിക്കാൻ വേണ്ടി വന്നതാണ്. നിങ്ങളുടെ ഭയപ്പെടുത്തൽ കണ്ട് പിന്തിരിഞ്ഞു പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഫൈറ്റ് ചെയ്തിട്ടാണ് ഓരോ ബൂത്തിലും. ഇവിടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ 6 മണിക്ക് പോളിംഗ് അല്ലെ കഴിഞ്ഞാൽ നമുക്കൊക്കെ വീട്ടിൽ പോകാം സമാധാനമായിട്ട്. പക്ഷേ അവിടെ സ്ഥാനാർത്ഥിയുടെ പണി തുടങ്ങുന്നത് പോളിംഗ് പൂർത്തിയായാലാണ്. പോളിംഗ് പൂർത്തിയായി ഈ പ്രശ്നബാധിത ബൂത്തുകളിലുള്ള നമ്മുടെ മുഴുവൻ പോളിംഗ് ഏജന്റുമാരെയും അവിടുന്ന് രക്ഷപ്പെടുത്തി വീടുകളിൽ എത്തിക്കണം. രാത്രി 12-1 മണി വരെ
ഓരോ സ്ഥലങ്ങളിലും കോൺഗ്രസിന്റെ UDF-ന്റെ ബൂത്ത് ഏജന്റുമാർ പുറത്തിറങ്ങുന്നതും കാത്ത് നൂറുകണക്കിന് CPM-ന്റെ ഗുണ്ടകൾ തമ്പടിച്ചു നിൽക്കുകയാണ് അവരെ ആക്രമിക്കാൻ, അവരെ മർദ്ദിക്കാൻ. അവിടെ എല്ലാം പോയി അവരെ എല്ലാം രക്ഷപ്പെടുത്തി റെസ്ക്യൂ ചെയ്ത് അവരെ വീടുകളിലേക്ക് എത്തിക്കണം.